ഒരു ഭക്തനായ പുരോഹിതൻ്റെ അനുഭവകഥ ഞാൻ വായിച്ചതോർക്കുന്നു. താൻ എപ്പോഴും ദൈവസന്നിധിയിൽ വളരെ ഏകാഗ്രതയോടും തികഞ്ഞ ആത്മാർത്ഥതയോടും കൂടെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, എനിക്ക് കൃപ തരണമേ, കർത്താവേ, എനിക്ക് കൃപ തരണമേ. അങ്ങനെ ചില ദിവസങ്ങൾ താൻ വേറിട്ടിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ കൃപയെ പകർന്നു. പിന്നെ ആ ദൈവഭക്തൻ വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ പാപികൾ പാപബോധത്താൽ മാനസാന്തരപ്പെടുവാനിടയായി തീർന്നു. രോഗികൾക്ക് സൗഖ്യം ലഭിച്ചു. ഭൂതങ്ങൾ ബാധിച്ചവർ ഭൂതത്തിൻ്റെ ആ ശക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരായി തീർന്നു. അതെ, നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതെ, ആത്മാർത്ഥമായി ഒരുവൻ ദൈവകൃപയ്ക്കായി ആഗ്രഹിക്കുകയും പരചിന്തകളെ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ താണിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം തൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കും എന്ന് നാം മറന്നു പോകരുത്. 33-ാം സങ്കീർത്തനം 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അതെ, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേൽ തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം, യഹോവയുടെ ദൃഷ്ടി നമ്മളുടെ ഓരോരുത്തരുടെയും മേൽ ഉണ്ട്. തൻ്റെ ദയയ്ക്കായി നാം പ്രത്യാശിച്ചുകൊണ്ട് അതിനായിട്ട് ആഗ്രഹിക്കുകയും വാഞ്ചയോടെ നാം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്രകാരമുള്ള അത്ഭുത വഴികളിലൂടെ ദൈവിക നിയന്ത്രണത്തിലൂടെ നമ്മെ നടത്തുവാനിടയായിത്തീരും. 36-ാം സങ്കീർത്തനം 7-ാം വാക്യം പഠിക്കുമ്പോൾ, ദൈവമേ, നിൻ്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. അതെ, ദൈവികമാകുന്ന ചിറകിൻ നിഴലിൽ നാം ശരണം പ്രാപിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തൻ്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു എന്ന് ദൈവവചനം കാണുമ്പോൾ, അതെ, നമുക്ക് കാണുവാൻ കഴിയും അനേക ഭക്തന്മാർ ക്രിസ്തു വിശ്വാസത്തിൽ ഉറപ്പോടെ ജീവിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ദൈവഭക്തിക്കായി അവർ നിലനിൽക്കുകയും ചെയ്തു. പരിണത ഫലം നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചു. വലിയ നന്മകൾ, സമാധാനങ്ങൾ കൊടുത്തു. തീയുടെ നടുവിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. സിംഹങ്ങളുടെ ഗുഹയിൽ നിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവന്നു. അതെ, വ്യത്യസ്തങ്ങളാകുന്ന സമ്മർദ്ദങ്ങളും കാരാഗ്രഹത്തിൻ്റെതാകുന്ന ഉൾമതിലുകളും അതിൻ്റേതാകുന്ന വലിയ വാതിലുകളും തുറന്ന് ദൈവം ഓരോരുത്തരെയും പുറത്തെത്തിച്ചു. അതെ, യഹോവയുടെ മേൽ പ്രത്യാശ വെച്ചുകൊണ്ട് അവൻ്റെ ദയയ്ക്കായി നാം കാത്തിരിക്കുന്നുവെങ്കിൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു. 103-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതാകുന്നു. അതെ, നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ദയ വലുതാണ്, അതൊട്ടും കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തീഷ്ണതയോടെ, മനസ്സമാധാനത്തോടെ, ആത്മീക വാഞ്ചയോടെ, പരപ്രേരണകൾ കൂടാതെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. യഹോവയുടെ മേൽ ദൃഷ്ടി പതിപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.